ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബുള്ളി റോസ് വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് സ്ലീവിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഡിസൈനാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ 6 strands ആയിട്ട് ഞാൻ നൂലിട്ടിട്ടുണ്ട്. ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ സൂചി മുകളിലേക്ക് എടുത്തതിന് ശേഷം കുറച്ച് വിട്ടിട്ട് നമ്മൾ ആദ്യം കുത്തിയെടുത്തേക്ക് തന്നെ എടുക്കണം. എന്നിട്ട് ഇതുപോലെ സൂചിയിൽ നമുക്ക് ഇതുപോലെ റൗണ്ട് ചെയ്യണം. കാണില്ല, ഇതുപോലെ റൗണ്ട് ചെയ്യണം. അപ്പോൾ ഒരു 5 or 6 അല്ലെങ്കിൽ നമ്മൾ ഗ്യാപ്പ് നോക്കിയിട്ടാണ് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുക. ഗ്യാപ്പ് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ ലൂപ്സിൻ്റെ എണ്ണാറില്ല. ജസ്റ്റ് ഗ്യാപ്പ് നോക്കിയിട്ട് ഏകദേശം ഫില്ലാവും തോന്നുന്ന ആ ഒരു ഇതിൽ നിർത്തുകയാണ് ചെയ്യാറുള്ളത്. കണ്ടല്ലേ, ഇപ്പോൾ അതിന് ഞാൻ അവിടെ സൂചി താത്തു കൊടുത്തു. ഇനി വീണ്ടും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒന്നും കൂടി ചെയ്യാം. ബുള്ളി റോസ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. തൊട്ടടുത്ത് ഒന്നുകൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തിരിയുന്നുണ്ടാവില്ല ഞാൻ എവിടെ നിന്ന് സൂചി എടുത്തെന്നുള്ളത്. അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ രണ്ടാമത് ചെയ്തതിൻ്റെ അവിടെ നിന്ന് സൂചി കുത്തിയിട്ട് ആദ്യം ചെയ്തിടത്തേക്ക് എടുക്കുകയാണ് വേണ്ടത്. കണ്ടില്ലേ, ഇതുപോലെ സൂചി എടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ലൂപ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം രണ്ടാമത്തെ റൗണ്ടിൽ ലൂപ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെയല്ല, കുറച്ച് അധികം ലൂപ്സ് ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു 9 or 10 ലൂപ്സോളം ഇട്ട് കൊടുത്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, അപ്പോൾ 9 or 10 ലൂപ്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സൂചി താത്തു കൊടുത്തു. ഇനി അതിൻ്റെ തൊട്ട് പുറകുന്നായിട്ടാണ് അടുത്തത് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ പുറകുന്ന് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഗ്യാപ്പില്ലേ, ആദ്യം ചെയ്ത രണ്ടെണ്ണത്തിൻ്റെ ഗ്യാപ്പിൽ നിന്ന് ഇതുപോലെ എടുത്തിട്ട് ലൂപ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം സെയിം അളവ് തന്നെ ലൂപ്സ് ഇട്ട് കൊടുത്താൽ മതി. 10, 9 ലൂപ്സ് ഇട്ടിട്ട് നമ്മൾ കുത്തിയിട്ട് താക്കാം. അതിന് ശേഷം ഇപ്പോൾ അവസാനം ചെയ്തതിൻ്റെ തൊട്ട് പുറകുന്ന് വീണ്ടും ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് കുത്തിയിട്ട് വേണം നമുക്ക് ആ പുറകിലേക്ക് സൂചി എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, എന്നിട്ട് വീണ്ടും ലൂപ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടല്ലോ, ഇതുപോലെയാണ് ബുള്ളി റോസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആ 2 എണ്ണം ചെയ്യുക, അതിനുശേഷം 3 എണ്ണം ഇതുപോലെ ചെയ്യാം. ഇനി നമുക്ക് 6 എണ്ണം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് കുത്തിയിട്ട് എടുക്കുക. അപ്പോൾ ഒരു ലൂപ്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യുമ്പോൾ അതിന് തൊട്ട് പുറകുന്ന് വേണം നൂലെടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 3 എണ്ണം ചെയ്ത പോലെ തന്നെയാണ് അതിൻ്റെ തൊട്ട് പുറകുന്നായിട്ട് തന്നെ നൂല് മുകളിലേക്ക് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ 3 എണ്ണം ചെയ്തതുപോലെ തന്നെ ചെയ്യാൻ. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ പുറത്ത് വരുന്നത് ഏകദേശം ഒരു 6 ബുള്ളിൻ നോട്ടെങ്കിലും വരും. 6 എണ്ണം വന്നാൽ ഏകദേശം നല്ലൊരു ഫ്ലവർ ഷേപ്പ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മൾ അവസാനമായിട്ട് ഏത് ചെയ്യുന്നു അതിനെ തൊട്ട് പുറകുന്ന് ഏകദേശം ഒരു 3/4 ഭാഗം ആകുന്ന രീതിയിൽ വേണം നമ്മൾ ഇതുപോലെ സൂചി കുത്തിയെടുത്തിട്ട് കുറച്ച് മാറി കുത്തിയിട്ട് ലൂപ്സ് ചെയ്യേണ്ടത്. അവസാനം ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ മുകളിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത് വെച്ചില്ലേ അതിലൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ആ ഗ്യാപ്പിൽ നിന്ന് വേണം നമ്മൾ സൂചി മുകളിലേക്ക് സൂചി താത്തിട്ട് ആദ്യം കുത്തിയെടുത്തിടത്തേക്ക് തന്നെ സൂചി എടുക്കേണ്ടത്. എന്നിട്ട് വേണം ലൂപ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കി ഫ്ലവർ ചെയ്യാൻ സിമ്പിളാണ്. ഇട്ട് കുത്തി താക്കുക. എന്നിട്ട് അടിയിൽ ഓരോ ഫ്ലവർ ചെയ്തതിന് ശേഷം കെട്ടിട്ട് കൊടുക്കണം ഫ്ലവറിൽ. അപ്പോൾ ഫ്ലവർ കണ്ടില്ലേ. ഇനി അതുപോലെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ ബീഡ്സ്, ചെറിയ സൈസും വലിയ സൈസ് 2 സൈസ് ബീഡ്സ് ഞാൻ വൈറ്റ് കളർ ബീഡ്സ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ചു കൊടുത്തതല്ല, തുന്നി കൊടുത്തതാണ്. 2 സൈസ് ബീഡ്സ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തത് വെച്ചാൽ ഞാൻ ഓരോ ബീഡ്സും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് അവിടെ സെക്യൂർ ആയിട്ട് നിന്നോളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ ബീഡ്സും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എടുത്തിട്ട് 2 strands ആയിട്ടാണ് കേട്ടോ ഞാൻ നൂലിട്ടിട്ടുള്ളത്. എന്നിട്ട് 2 പ്രാവശ്യം ലോക്ക് ചെയ്തു. ഇതുപോലെ വെച്ചിട്ട് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടി വീണ്ടും ഇട്ടിട്ട് താഴേക്ക് താത്തു. എന്നിട്ട് വീണ്ടും ബാക്കിൽ നിന്ന് ഞാൻ അത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും നൂല് കെട്ടിട്ട് കൊടുത്തിട്ടാണ് അടുത്ത ബീഡ്സ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബീഡ്സിനും ഞാൻ ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നായിട്ട് അവിടെ ഫിക്സായിട്ട് നിന്നോളൂ. അപ്പോൾ ഞാൻ അതുപോലെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഷുഗർ ബീഡ്സോ അങ്ങനെ എന്തൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ വെക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഒരു വയലറ്റ് കളർ ഷെയ്ഡുള്ള ഷുഗർ ബീഡ്സ് ഇതിൻ്റെ ഇടയിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ വെച്ച് കൊടുക്കും. അപ്പോൾ നിങ്ങൾ അതുപോലെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷുഗർ ബീഡ്സോ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ആകുന്നത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്ലീവിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ്. സ്ലീവിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.